രാഹുൽ, ഗുഡ് മോർണിംഗ്. മൊത്തത്തിൽ കോൺഗ്രസിന്റെ സ്ഥിതി ഇങ്ങനെയാണ്. ഈ അവസാന നിമിഷം ഈ പ്രശ്നങ്ങളെല്ലാം ചേർന്ന് കോൺഗ്രസിന് വളരെ മോശമായി തന്നെ ഇത് ബാധിക്കാനുള്ളൊരു സാധ്യതയാണോ ഉള്ളത്? മൂന്നാം തവണയും CPM എന്നതിലേക്ക് കോൺഗ്രസ് ആയി തന്നെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണോ എന്ന ചോദ്യം പരക്കെയുണ്ട്. മോത്തി, ഗുഡ് മോർണിംഗ്. അത്തരത്തിലുള്ളൊരു നിരീക്ഷണവും ചോദ്യവും സംശയവും ഒക്കെ തന്നെയാണ് ഇന്നലെ മുതൽ ആളുകൾ പ്രകടിപ്പിക്കുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെയുള്ള പ്രചാരണ പരിപാടികൾ തുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയില്ലാത്തൊരവസ്ഥ ഇന്നലെ പല ഇടങ്ങളിൽ നമ്മൾ വാർത്തകൾ കണ്ടു. അതിൽ പല സ്ഥലങ്ങളിലും കടുത്ത ത്രികോണ മത്സരം എന്ന് പ്രവചിച്ചെങ്കിൽ പോലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് എന്നറിയാതെ വിഷമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേമത്താകട്ടെ അല്ലെങ്കിൽ കഴക്കൂട്ടത്താകട്ടെ. ഇപ്പോൾ കഴക്കൂട്ടത്ത് ഇന്നലെ പോയി നമ്മൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ കിട്ടിയ ഉറപ്പിന്റെ പേരിൽ ശരത്ചന്ദ്ര പ്രസാദ് അത്തരത്തിൽ പ്രചാരണം തുടങ്ങുകയാണ്. ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രചാരണം തുടങ്ങുകയാണെന്ന് പറയുന്നത്. ഔദ്യോഗികമായി സ്ഥാനാർത്ഥി വന്നിട്ടില്ല. ഇപ്പം നേമത്തെ കാര്യവും അത് തന്നെയാണ്. അങ്ങനെ പല മണ്ഡലങ്ങളിലും ഇന്നലെയും പലയിടങ്ങളിൽ ആളുകൾ പ്രചാരണത്തിന് റെഡിയാണ്. നിങ്ങൾ സ്ഥാനാർത്ഥിയെ തരൂ എന്ന തരത്തിലേക്കുള്ള പ്രചരണം വരുന്നു. പലയിടങ്ങളിലും രണ്ടുപേരുടെ പേരുകൾ പ്രചരിക്കുന്നു. അതിൽ പലരും പോസ്റ്റർ അടിച്ചു തുടങ്ങി എന്ന വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വരികയാണ്. അപ്പോൾ VD സതീശൻ പറയുന്നത് പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. അങ്ങനെ എളുപ്പമാകില്ല എന്നുള്ളതുകൊണ്ട് റെക്കോർഡ് വേഗം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ സീറ്റ് ലഭിക്കാത്തതിൻ്റെ സങ്കടം പറയുന്നു എന്ന് പറയുന്നുണ്ട്. പലരും സങ്കടം തുറന്നു പറഞ്ഞിട്ടുണ്ട്. സങ്കടമായല്ല, രോക്ഷമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഒപ്പം അത് മാത്രമല്ല, ഇനി സങ്കടം ആരൊക്കെ പറയും എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ഈ ലിസ്റ്റ് പുറത്തേക്ക് വരുമ്പോൾ ഹൈക്കമാൻഡ് നിലപാടെടുക്കുമ്പോൾ അത് നിലപാടായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഹൈക്കമാൻഡിന് അങ്ങനെ പറയാം, പ്രാദേശികമായി ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന ആ സമയമാണ് എടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രാദേശികമായ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുക. ഹൈക്കമാൻഡ് അങ്ങനെ ഒരു നിലപാടിൽ MP-മാരുടെ കാര്യത്തിൽ നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. അതിൽ ഒരുപക്ഷെ നേതാക്കൾക്കും അതൃപ്തി ഉണ്ടാകാം. ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട നേതാക്കൾക്കും ഒരു അതൃപ്തി ഉണ്ടാകാം. എന്തായാലും ഇത് മോദി സൂചിപ്പിച്ചതുപോലെ നല്ല ലക്ഷണമല്ല കാട്ടുന്നത്. കാരണം 23-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി അവസാനിക്കുകയാണ്. അപ്പോഴും സ്ഥാനാർത്ഥി വരുന്നില്ല, അല്ലെങ്കിൽ പ്രചാരണത്തിന് ഇറങ്ങാൻ കഴിയുന്നില്ല. ആളുകൾക്ക് ആരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ചെറിയ പ്രശ്നമായിട്ടല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് മറ്റു പല ചർച്ചകളിലേക്കും കൊണ്ടുപോകും. എല്ലാം ഇപ്പോഴും തുടരുന്നു എന്നതാണ് കോൺഗ്രസിന്റെ കാര്യത്തിൽ.